ഹായ്, ഞാൻ നൂറാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് രാവിലത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ രാത്രിത്തെ വിശേഷങ്ങളുമാണ് കേട്ടോ കാണിക്കുന്നത്. തലേ ദിവസത്തെ കാര്യങ്ങളുമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഈവനിങ് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് പിറ്റേ ദിവസത്തേക്കുള്ള കറിക്ക് ആവശ്യത്തിനുള്ള ചക്കക്കുരും കാര്യങ്ങളൊക്കെ വെജിറ്റബിൾസൊക്കെ നേരെയൊക്കെ ഒക്കെയാണ് കേട്ടോ. ഞാൻ ചക്കക്കുരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. കുറച്ച് അധികം തന്നെ റെഡിയാക്കുന്നുണ്ട്. ഞാനിങ്ങനെ തലേന്നൊക്കെ രാവിലെ തിരക്കുള്ള ദിവസങ്ങളിൽ തലേ ദിവസമൊക്കെ ഞാൻ റെഡിയാക്കി വെക്കും കേട്ടോ. ഇങ്ങനെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെക്കും. അതുപോലെ സ്കൂളുള്ള ദിവസങ്ങളിലും ഇതുപോലെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഇന്ന് ഞാൻ കുറച്ചധികം സമയം കിട്ടിയപ്പോൾ ഞാൻ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ചക്കക്കുരു റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടി റെഡിയാക്കി എടുക്കാം. ഉപ്പേരിക്കുള്ള ചക്കക്കുരു ഒക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടോ. ഇനി നമുക്ക് കുറച്ച് ബീൻസ് കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. കുറച്ച് ബീൻസ് കൂടി റെഡിയാക്കി കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് സമയം കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രാവിലത്തെ പണികൾ എളുപ്പമായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ബീൻസിൻ്റെ സൈഡൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. തോരന് വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബീൻസ്. അപ്പോൾ ബീൻസും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. തലേ ദിവസം ഇതുപോലെ സ്കൂളുള്ള ദിവസമാണെങ്കിലും പിറ്റേ ദിവസം തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ റെഡിയാക്കി വെക്കുകയാണ് ചെയ്യണത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ തീർത്ത് നമുക്ക് ബാക്കിയുള്ള തിരക്കുകളിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസങ്ങളിൽ തലേദിവസം ഇതുപോലെ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നാളെ എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ ഇത് എല്ലാം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളൊക്കെ തീർന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. രാവിലെ നമുക്ക് മുട്ടക്കറിയും ചപ്പാത്തിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി കഴിച്ചതിന് ശേഷം അരി അടുപ്പത്തിടാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ തന്നെ ഞാൻ അരിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് റൈസ് കുക്കറിലാണ് അരി വെക്കുന്നത്, ചോറ് വെക്കുന്നത്. സാധാരണ ഞാൻ അടുപ്പ് കത്തിച്ചിട്ടും വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ അടുപ്പ് കത്തിച്ച് വെക്കാനാണ് ഇഷ്ടം. അങ്ങനെ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ ഇട്ട് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടോ. റൈസ് കുക്കറിൽ ഇറക്കി വെച്ചു. പിന്നെ നമ്മൾ ഇന്ന് ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ചക്കക്കുരു മാങ്ങയും കറിയാണ് കേട്ടോ വെക്കുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് അതും റെഡിയാക്കിയിട്ടോ. ഇനി നമുക്ക് പുറത്ത് വർക്ക് ഏരിയയുടെ ചുറ്റും ഊത്തടിക്കണതുകൊണ്ട് കുറച്ച് ഗാർഡൻ നെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇക്കായാണ് കേട്ടോ ചുറ്റി കൊടുക്കുന്നത്. കാരണം ഊത്തടിച്ച് വർക്ക് ഏരിയയിലേക്ക് വെള്ളം വരുന്നതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ ചെയ്യണത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു റൂമാണ് കേട്ടോ മഴക്കാലത്ത് തുണി വിരിച്ചിടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നോക്കിയപ്പോൾ പുറത്തുനിന്ന് വെയിലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഓടിപ്പോയി വാഷിംഗ് മെഷീനിൽ ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് അലക്കിയെടുത്തിട്ട് പുറത്ത് വിരിക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. വിരിക്കാനായിട്ട് ചെന്നപ്പോൾ മുറ്റത്ത് കരിയിലൊക്കെ ഉണങ്ങിക്കിടക്കണം കേട്ടോ. കുറച്ച് ഭാഗത്ത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ തുണി വിരിച്ചിടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മിറ്റൊക്കെ ഒന്ന് അടിച്ച് കളയാമെന്ന്. കുറേ ദിവസമായിട്ടോ മിറ്റമൊക്കെ നല്ലപോലെ അടിച്ചിട്ട്. കാരണം മഴയായതുകൊണ്ട് തന്നെ മുറ്റത്തേക്ക് ഇറങ്ങി അടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇതുപോലെ ടൈലിട്ടേക്കണത് കൊണ്ട് നമ്മൾക്ക് കരിയില ഇതുപോലെ ഒട്ടി പിടിച്ചിരിക്കും കേട്ടോ. നല്ലപോലെ വെയിലെളിഞ്ഞാൽ മാത്രമേ നല്ല വൃത്തിയിൽ അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഇന്ന് അടിച്ചൊക്കെ കളയാമെന്ന് വിചാരിച്ചിട്ട് തുണി കൊണ്ടുവന്ന് പുറത്ത് വെച്ചിട്ട് ഞാൻ അങ്ങനെ മിറ്റടിക്കാനായിട്ട് നിന്നു കേട്ടോ. മിറ്റടിച്ച് കഴിഞ്ഞിട്ട് തുണി വിരിച്ചിടുവാണെങ്കിൽ പിന്നെ നമ്മൾ അടിക്കുമ്പോൾ ഉള്ള അഴുക്കൊന്നും തുണിയിലേക്ക് പടരില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മിറ്റടിക്കാനാണ് കേട്ടോ പോണത്. അതിന് ശേഷമാണ് ഞാൻ തുണി വിരിച്ചിടാൻ പോണത്. അങ്ങനെ മിറ്റടിച്ച് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് തുണിയൊന്ന് വിരിച്ചിടാം. ഇന്നാണ് കേട്ടോ ഞാൻ കുറച്ച് നാളുകൾ കൂടിയിട്ട് സന്തോഷമായിട്ട് മിറ്റടിക്കുന്നത്. അല്ലെങ്കിൽ മിറ്റടിക്കാനായിട്ട് ഇറങ്ങി വരും, അപ്പോഴേക്കും മഴ പെയ്യും, ഓടിക്കയറിപ്പോവും. അങ്ങനെയായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ബെഡ്ഷീറ്റുകളൊക്കെ ഒന്ന് വിരിച്ചിടാം കേട്ടോ. ഇത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് തന്നെ കംഫോർട്ടും അതുപോലെ തന്നെ സ്റ്റിഫ് ആൻഡ് ഷൈനൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ വാഷ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും മുക്കുന്നില്ല. കാരണം ഈ മഴക്കാലത്ത് ഒന്ന് കംഫോർട്ടൊക്കെ മുക്കിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും അല്ലേ, ഉണങ്ങി കിട്ടിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ കംഫോർട്ടൊക്കെ മുക്കിയിട്ടാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ കഴുകുന്നത്. അങ്ങനെ തുണികളെല്ലാം തന്നെ ഞാൻ വിരിച്ചിടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പുറത്ത് പോയപ്പോൾ, ടൗണിൽ പോയപ്പോൾ അതൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് സെറ്റാക്കി വെക്കണം. കാരണം നാളെ മുതൽ ക്ലാസ് തുടങ്ങുവാണ്, കുട്ടികൾക്കുള്ള ക്ലാസ് തുടങ്ങുവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചാൽ മാത്രമേ നാളെയൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പണി തീരുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാനെല്ലാം തന്നെ അതാത് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിലേക്കും വെച്ചു, അല്ലാത്തത് നമ്മൾ മാറ്റിയും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നൊന്നൊരു 4 മണി പലഹാരം കൂടി റെഡിയാക്കണം കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാരും മുത്തശ്ശിമാരൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്ന ചക്കയുടെയാണ് കേട്ടോ ഞാൻ റെഡിയാക്കാൻ പോണത്. ചക്കയുടെ റെഡിയാക്കാനായിട്ട് ചക്കപ്പഴം കിട്ടിയ സമയത്ത് ഞാൻ വെള്ളമൊക്കെ വറ്റിച്ച് വേവിച്ചൊക്കെ റെഡിയാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുവാണല്ലോ, അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണല്ലോ ചക്കയുടെ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്ത് ചക്കയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടി ഒന്ന് പാനിലിട്ടിട്ട് ഞാൻ നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളം എന്തെങ്കിലും വറ്റാനുണ്ടെങ്കിൽ വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വഴറ്റിയെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരുണ്ട ശർക്കര ഞാൻ മെൽറ്റ് ചെയ്യാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ വേണം നമുക്ക് ഇതിലേക്ക് ശർക്കര കൂടി ചേർത്ത് കൊടുക്കാൻ. ഞാൻ കുറച്ച് സമയം ഇതിൻ്റെ വെള്ളം വറ്റാനൊക്കെ ആയിട്ട് സ്റ്റൗ ടോപ്പിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടുതലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടിയുടെ അളവ് പൊടി ഇടുമ്പോൾ നമുക്ക് അളവ് ശരിയാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇനി നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നല്ല മധുരം ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊരു നല്ല ഡാർക്ക് കളറുള്ള ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ പഞ്ചസാരപ്പാനി ഞാനൊരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുണ്ട ശർക്കരയാണ് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചത്, അതിൽ നിന്നും ഒരു 1/4 ഭാഗത്തോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു 2-3 ഏലക്ക കൂടി പൊടിച്ച് വെച്ചേക്കണം. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതൊന്ന് നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിച്ച് നല്ലതുപോലെ കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചില ചക്കകൾക്ക് നല്ല ആരുണ്ടാവും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയിലൊന്ന് അടിക്കും കേട്ടോ ചക്ക. ഇനി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഏലക്ക നമുക്കൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 4-5 ഏലക്ക എടുക്കാം. ഞാനൊരു 4 എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു ഏലക്കയുടെ സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല ഒരു അടിപൊളി മണമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചക്കയും ശർക്കരയും ഒഴിച്ചപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഇതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കാണിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാവുന്നത് വരെ നമുക്ക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഞാൻ നല്ലതുപോലെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നല്ലതുപോലെ ചേർന്നാൽ മാത്രമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ അരമുറിയോളം വലിയ തേങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അരമുറി തേങ്ങ ഞാൻ ചിരകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ. ഞാൻ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു കപ്പിൽ ഞാനൊരു 1.5 കപ്പിനടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ടൈറ്റായി പോകാൻ പാടില്ല കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻസി മാത്രം നോക്കിയാൽ മതി. എൻ്റെ ഈ പൊടിയുടെ അളവ് നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ആ ലാസ്റ്റ് കാണിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതായ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒരുപാട് ആവാൻ പാടില്ല കേട്ടോ. വെള്ളം ആയിട്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആ അട കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ള പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഒരു കൺസിസ്റ്റൻസി. നമുക്ക് സൈഡിൽ നിന്നുള്ള ആ ഒരു പൊടിയൊക്കെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു അടയ്ക്ക് നല്ലൊരു മധുരവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മധുരം വെച്ചിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം മധുരം ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അങ്ങനെ ഈ ഒരു ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ്സോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതാ ഇങ്ങനെ ഒരു ഇലയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, ഇവിടെ നമ്മൾ എടനയില എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇലയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു ഇലയുടെ സ്മെല്ലും അതുപോലെ ചക്കയുടെ സ്മെല്ലും ഒക്കെ കൂടെ കൂടിയിട്ട് നല്ലൊരു അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇത് വെന്ത് കിട്ടുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റുമാണ്. ഞാൻ ഇതുപോലെ പരത്തിയിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. നല്ല തിന്നായിട്ട് പരത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ വേവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. അങ്ങനെ ഇതുപോലെ പരത്തി കൊടുത്തതിന് ശേഷം ഒന്ന് രണ്ടായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഈ ഒരു ഇലയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ചക്കയടയുടെ ടേസ്റ്റ്, പണ്ട് കാലത്തെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടണത്.
അപ്പോൾ നമ്മളിതാ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഈ ഇലയിൽ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നിൽക്കണോണ്ട് തന്നെ നല്ല വലിയ ഇലയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചില സമയത്തൊക്കെ ചെറിയ ഇലകളായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. നമുക്ക് ഒന്ന് ഇടയ്ക്ക് തുറന്ന് നോക്കാം, വെന്ത് വന്നിട്ടുണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അങ്ങനെ എല്ലാം തന്നെ ഇതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രം അടച്ച് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അട നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ അടയുടെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ചക്കയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.